ഈ വർഷത്തെ JEE മെയിൻ വഴിയുള്ള അഡ്മിഷൻ പ്രോസസ്സിന്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സെൻട്രൽ സീറ്റ് അലൊക്കേഷൻ ബോർഡ് അഥവാ CSAB എന്ന് പറയുന്ന അലോട്ട്മെന്റ് പ്രോസസ്സ്. നമുക്കറിയാം ജോസയുടെ 5 റൗണ്ടുകളും കഴിഞ്ഞു. എല്ലാവർക്കും ഒരുപാട് ആളുകൾക്ക് സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ആക്ച്വലി. അതായത് NIT പ്ലസ് സിസ്റ്റത്തിൽ NITസും IIITസും മറ്റ് ഗവൺമെന്റ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലുമായിട്ട് ഏകദേശം 13,500ഓളം സീറ്റുകൾ ഇപ്പോഴും ബാക്കിയാണ്, വേക്കൻ്റ് ആയി കിടക്കുകയാണ്. അപ്പോൾ ആ സീറ്റുകൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ് നമ്മൾ CSAB എന്ന് വിളിക്കുന്ന 2024 സ്പെഷ്യൽ റൗണ്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും സീറ്റ് വാക്കൻസി കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. 13,500ഓളം സീറ്റുകളാണ് ബാക്കിയുള്ളത്. അതിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും. ഇനി അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് വേണ്ട ഒരുക്കങ്ങൾ എടുത്തു തുടങ്ങുക. അപ്പോൾ സീറ്റിന്റെ ആദ്യം നമുക്ക് ഇതിന്റെ ഡേറ്റുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിന്റെ ഒരു ഷെഡ്യൂൾ നേരത്തെ തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതിലൊരു കാറ്റഗറി റീസ്റ്റോറേഷൻ, അതായത് ഫസ്റ്റ് ജോസയുടെ അലോട്ട്മെന്റിൽ കാറ്റഗറി കൃത്യമായിട്ട് കാണിക്കാൻ പറ്റാത്ത ആളുകൾക്ക് അത് റീസ്റ്റോർ ചെയ്യാനുള്ള 26-ാം തീയതി ജൂലൈ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാറ്റഗറി റീസ്റ്റോറേഷൻ എൻഡിങ് ഡേറ്റ് 27-ാം തീയതി ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് വേക്കൻസി ഡിസ്പ്ലേ ചെയ്യുന്ന ഡേറ്റ് മൺഡേ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നൊരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ആ വേക്കൻസി മുഴുവൻ വന്നത്. അപ്പോൾ ഇന്നലെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റി ഏതൊക്കെ കോളേജിൽ എത്ര സീറ്റ് ബാക്കിയുണ്ടെന്നുള്ളത്. ആൻഡ് ഇനി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ, പേയ്മെന്റ് ഓഫ് സ്പെഷ്യൽ റൗണ്ട് എൻറോൾമെന്റ് ഫീ എന്ന് തുടങ്ങി അതെല്ലാം ജൂലൈ 31 ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്നതാണ്. പക്ഷെ അതെന്ത് ചെയ്യാണ്, ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെന്റ്, ഈ ഒരു CSAB സ്പെഷ്യൽ റൗണ്ട് വഴിയുള്ള ഒന്നാമത്തെ അലോട്ട്മെന്റ് റിസൾട്ട് വരുന്നത് ഓഗസ്റ്റ് 5-നാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിലെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിലെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ഫ്രീസ്, സ്ലൈഡ്, ഫ്ലോട്ട്, സറണ്ടർ, വിത്ഡ്രോ എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഫ്രീസും സ്ലൈഡും ഫ്ലോട്ടും ഒക്കെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. എന്താണോ ജോസയിൽ ഉണ്ടായിരുന്നത് സെയിം സ്റ്റെപ്പുകൾ തന്നെയാണ്. അതുകൂടാതെ സറണ്ടർ എന്ന് പറയുന്നത് സറണ്ടർ അലോക്കേറ്റഡ് സീറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ CSAB സ്പെഷ്യൽ റൗണ്ട് 2. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുകയാണ് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട്. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് വീണ്ടും കൺസിഡർ ചെയ്യണം എന്ന് പറയുന്ന റിക്വസ്റ്റ് ആണ് സറണ്ടർ. വിത്ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടി, സറണ്ടർ, ആ സീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് സബ്മിറ്റ് ചെയ്യുന്നു, വേണ്ട എന്ന് പറഞ്ഞിട്ട് സറണ്ടർ ചെയ്യുന്നു. ആൻഡ് ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ CSAB സ്പെഷ്യൽ റൗണ്ട് 2. അപ്പോൾ ആദ്യത്തേൽ സീറ്റ് കിട്ടി, എന്നിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് സറണ്ടർ ചെയ്യാണ്. സെക്കൻഡിൽ എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നുള്ള ഓപ്ഷനാണ് വിത്ഡ്രോ. ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ഉണ്ട്. സീറ്റ് കിട്ടാത്ത ആളുകൾക്ക്, ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടിയിട്ടില്ല, സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാനേ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകൾക്കാണ് എക്സിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഓൺലൈൻ റിപ്പോർട്ടിംഗ് ഉണ്ട്. ജോസയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റെപ്പുകളും ഇവിടെയും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇവിടെയും ആ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. സറണ്ടർ, വിത്ഡ്രോ ഓപ്ഷൻസിനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 8 ഫസ്റ്റ് റൗണ്ടിൻ്റെ. ആൻഡ് അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ്, CSAB വഴിയുള്ള രണ്ടാമത്തെ സ്പെഷ്യൽ റൗണ്ട് അലോട്ട്മെന്റിന്റെ റിസൾട്ട് ഓഗസ്റ്റ് 10 വരിക. ആ 10 കഴിഞ്ഞാൽ അതിന്റെ ഓൺലൈൻ റിപ്പോർട്ടിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ടു റെസ്പോണ്ട് ടു ദ ക്വരീസ് ഓഫ് ഡോക്യുമെന്റ് വെരിഫൈയിങ് ഓഫീസർ, അത് ഓഗസ്റ്റ് 13. ഇങ്ങനെയാണ് നമുക്കിതിന്റെ വരുന്നത്, ഡേറ്റുകൾ വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ CSABയുടെ സ്പെഷ്യൽ വെബ്സൈറ്റിൽ ഓൾറെഡി ഈ ലിങ്കുകളും PDF-കളൊക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് സീറ്റ് വേക്കൻസിയാണ്. അപ്പോൾ നമ്മൾ ഇനി ഓപ്ഷൻസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സീറ്റ് വേക്കൻസികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. 13,500ഓളം സീറ്റുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ടോട്ടൽ ഓരോ കോളേജിലും ഓരോ ബ്രാഞ്ചിലും ഏതൊക്കെ കാറ്റഗറിയിൽ എത്ര സീറ്റുകൾ വേക്കൻ്റ് ആണെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷനാണ്. 523 പേജുകളുള്ള അത്രയും വലിയ ഇൻഫർമേഷനാണ്. അവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വേണ്ടത് കാലിക്കറ്റാണ്, NIT കാലിക്കറ്റിൻ്റെ ഇൻഫർമേഷനാണ് നമുക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യാൻ പറ്റും. കാലിക്കറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളത് നേരെ NIT കാലിക്കറ്റിലെ ഡിഫറെൻറ്റ് സീറ്റുകൾ ഏതൊക്കെയാണ് ബാക്കിയുള്ളത് എന്നുള്ള ആ ഒരു ഇൻഫർമേഷനിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിൽ ബയോടെക്നോളജി മുതൽ എല്ലാ ബ്രാഞ്ചുകളിലും നമുക്കിത് അവിടെ എന്ത് കാണാം, സീറ്റുകൾ എത്ര എണ്ണം അവൈലബിൾ ആണെന്ന് കാണാൻ പറ്റും. അതിൽ HS എന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേറ്റിൽ എത്ര എണ്ണം ഉണ്ട്, ഓപ്പൺ കാറ്റഗറിയിൽ എത്ര സീറ്റുകൾ ബാക്കിയുണ്ട്, ഓരോ OBCക്ക് എത്ര ഉണ്ട്, ഓപ്പൺ കാറ്റഗറിയിൽ എത്ര ഉണ്ട്, ഹോം സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അതർ സ്റ്റേറ്റിന് എത്ര എണ്ണം ബാക്കിയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബയോടെക്, കെമിക്കൽ എന്ന് തുടങ്ങി ഈവൻ ഏറ്റവും കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടർ സയൻസിന് വരെ ആക്ച്വലി അവൈലബിൾ ആണെന്നുള്ളതാണ് സത്യം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 14 സീറ്റോളം എന്തിൽ അവൈലബിൾ ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് BTech-ലടക്കം സീറ്റ് ബാക്കിയാണ്. അത് ഏതൊക്കെ കാറ്റഗറിയാണ് നോക്കുക. ഹോം സ്റ്റേറ്റിൽ ജനറൽ EWSൽ ഒരു സീറ്റ് ബാക്കിയുണ്ട്, അത് ഫീമെയിൽ ഓൺലി ആണ്, ഇൻക്ലൂഡിങ് സൂപ്പർ ന്യൂമററി. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ഹോം സ്റ്റേറ്റിൽ
ഓപ്പൺ കാറ്റഗറിയിൽ 5 സീറ്റുകളാണ് ബാക്കിയുള്ളത്. ജനറൽ കാറ്റഗറിയിൽ നമ്മുടെ കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസിൽ 5 സീറ്റുകൾ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഹോം സ്റ്റേറ്റിൽ SC കാറ്റഗറിയിൽ 1 ബാക്കിയുണ്ട്. കമ്പ്യൂട്ടർ സയൻസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അണ്ടർസ്റ്റുഡ്. ഇനി അതർ സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് 5, 1, 6 അങ്ങനെ ടോട്ടൽ 8, 6, 14 സീറ്റ് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ വേക്കൻ്റ് ആയി കിടക്കുകയാണ് NIT കാലിക്കറ്റിൽ. ഇനി ബാക്കി ഏത് NIT നിങ്ങൾ ഏത് ബ്രാഞ്ചിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ എത്ര നമ്പർ സീറ്റ് ബാക്കിയുണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇനി ഇതിലെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ഡീറ്റെയിൽസും CSABയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CSABയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കഴിഞ്ഞ വർഷത്തേത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ അതിൽ കാണുന്ന റാങ്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, അത് ഓൾ ഇന്ത്യ റാങ്ക് ആണ്, CRL ആണ്. അണ്ടർസ്റ്റുഡ്. സാധാരണ ജോസയുടെ റാങ്ക് ലിസ്റ്റിലൊക്കെ നമുക്ക് കാറ്റഗറി വൈസ് ലാസ്റ്റ് റാങ്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ജോസയിൽ നിങ്ങൾ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പം OBC NCL കാറ്റഗറിയിൽ OBC റാങ്ക് 10,000 എന്ന് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കും എക്സാമ്പിളായിട്ട്. നമ്മൾ CSABയിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ലാസ്റ്റ് റാങ്ക് ചിലപ്പോൾ നിങ്ങൾ കാണുക 60,000 എന്നായിരിക്കും. അത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? അത് CRL ആണ്. അപ്പോൾ അതിനർത്ഥം ഇതിൽ റിസർവേഷൻ ഇല്ലാന്നല്ല, എല്ലാ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ CSABയിലും പാലിക്കും, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, CSABയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ കാണുന്ന ആ നമ്പർ അത് ഓൾ ഇന്ത്യ റാങ്ക് ആണ്, അല്ലാതെ നിങ്ങളുടെ കാറ്റഗറി റാങ്ക് അല്ല. അപ്പോൾ അത് കണ്ടിട്ട് അത് കാറ്റഗറി റാങ്ക് ആണെന്ന് തെറ്റിദ്ധരിക്കുകയും അത്രയും വലിയ കാറ്റഗറി റാങ്കിലുള്ള ആളുകൾക്കടക്കം CSAB വഴി ആ ഒരു ബ്രാഞ്ചിൽ അഡ്മിഷൻ കിട്ടുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ. ആൻഡ് ജോസയിൽ പാലിക്കുന്നത് പോലെ തന്നെ ഒരിക്കലും നിങ്ങൾ പോകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത കോളേജോ കോഴ്സോ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ കേരളത്തിലൊരു കുട്ടി ജമ്മു കാശ്മീരിലോ അല്ലാന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലൊക്കെ പോയിട്ട് ഓപ്ഷൻ വെറുതെ രസത്തിന് വേണ്ടി കൊടുത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫീസ് അടച്ച് പോകേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടി വരും, വിത്ഡ്രോ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും പോകാൻ സാധ്യതയില്ലാത്ത കോഴ്സോ മറ്റോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ആർക്കൊക്കെയാണ് നമുക്ക് ഈ ഒരു CSAB വഴി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോസയിൽ പങ്കെടുത്ത് സീറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ജോസയിൽ പങ്കെടുത്ത് നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി പ്രൂവ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ആഗ്രഹിച്ചൊരു സീറ്റിലേക്ക് എത്താൻ പറ്റാത്ത ആളുകൾക്ക് ഇതിൽ പങ്കെടുക്കാം. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, NIT പ്ലസ് സിസ്റ്റത്തിലേക്കാണ് അഡ്മിഷൻ, അല്ലാതെ IITകളിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. NITs, IIITs മറ്റ് ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇതുവഴിയുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് ബ്രോഷറും ഇതിൽ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫുൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് CSABയുടെ ഡീറ്റെയിൽസ്. എത്രയും പെട്ടെന്ന് ഈ വർഷം JEE കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഇതുവരെ അലോട്ട്മെൻറ്റ് റെഡി ആവാത്ത കുട്ടികൾക്ക് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. 13,500 സീറ്റുകളാണ് ഇതിൽ ബാക്കിയുള്ളത്. അപ്പോൾ നമ്മുടെ CSABയുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ടെൻറ്റേറ്റീവ് സീറ്റ് വേക്കൻസി ഓഫ് സ്പെഷ്യൽ റൗണ്ട് എന്നുള്ള PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ കോളേജും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അതുപോലെ രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ഹാസ് ബീൻ സ്റ്റാർട്ടഡ്, അത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ ഇതിൽ വന്ന് ചോദിക്കണം, നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കണം. ഇതാണ് ഇവിടുന്ന് തൊട്ട് മുന്നത്തെ ലിങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ഫോർ CSAB സ്പെഷ്യൽ റൗണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് എത്തും. ഇവിടെ നിങ്ങളുടെ JEE മെയിൻ്റെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ലോഗിൻ ചെയ്യാം. ഇഫ് യു ഹാവ് രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പുതിയ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി ജോസയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആക്ച്വലി എന്ത് ചെയ്യാം, ഇതിൽ പങ്കെടുക്കാൻ എലിജിബിൾ ആണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് NIT കാലിക്കറ്റിൽ കെമിക്കൽ കിട്ടിയ ഒരു സ്റ്റുഡൻറ്റിന് ഈ CSAB വഴിയുള്ള കമ്പ്യൂട്ടർ സയൻസിലെ സീറ്റിലേക്ക് ഒന്ന് ട്രൈ ചെയ്യണം, അപ്ലൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാവുന്നതാണ്, ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ഫീസ് എന്തല്ല നമ്മൾ വീണ്ടും അടക്കണം. CSAB വഴി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസ് നിർബന്ധമായിട്ട് വീണ്ടും അടക്കണം. പക്ഷേ നിങ്ങൾ അവിടുത്തെ കോളേജിൻ്റെ ഫീസായിട്ട്, അഡ്മിഷൻ ഫീസായിട്ട് കൊടുത്തിട്ടുള്ള എമൗണ്ട് നിങ്ങൾ ഇതുവഴി വീണ്ടും പുതിയൊരു ബ്രാഞ്ചിലേക്കോ കോളേജിലേക്കോ നേടുകയാണെന്നുണ്ടെങ്കിൽ, അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം എമൗണ്ട് തന്നെ ഇതിന് കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വേക്കൻസീസ് വന്നു, എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ പറയുന്ന രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്തു. ഇനി നിങ്ങൾ ഒന്നിനും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ എടുക്കുക. 13,500 സീറ്റുകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് ഏറ്റവും നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുക.